ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ നിഫ്റ്റി ഉയരുകയുണ്ടായി. നിഫ്റ്റി 24,200 മുകളിലായിട്ട് ക്ലോസ് ചെയ്തു. റിലയൻസ്, L&T, HDFC ബാങ്ക് എന്നിവ കൂടുതലായി നിഫ്റ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. എല്ലാ സെക്ടറുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് വന്നാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തി. US-ഉം ഇറാനും തമ്മിലുള്ള 2 ആഴ്ചത്തെ സീസ് ഫയറിന് ശേഷമുള്ള ആദ്യത്തെ ആശയവിനിമയം കൂടിയാണിത്. ഈ സംഭാഷണത്തിൽ മിഡിൽ ഈസ്റ്റ് സാഹചര്യം, ഇന്ത്യ അമേരിക്ക ബന്ധം എന്നിവയെല്ലാം ചർച്ചയിൽ വന്നു. ഏതായാലും ഇന്ത്യയുടെ താരിഫ് കുറയ്ക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി CPI ഇൻഫ്ലേഷൻ 13 മാസത്തെ ഉയർന്ന നിലയിലായിട്ടാണ് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ WPI ഇൻഫ്ലേഷൻ വന്നു. 38 മാസത്തെ ഉയർന്ന നിലയിലായിട്ടാണ് മാർച്ച് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഈ വർധനവിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് ഫ്യൂവൽ മേഖലയിൽ നിന്നാണ്. അതായത് ക്രൂഡ് പെട്രോളിയം ഇൻഫ്ലേഷൻ 51.57% ഉയർന്നപ്പോൾ ഫ്യൂവൽ ആൻഡ് പവർ വിഭാഗം ഏകദേശം 1 വർഷത്തിന് ശേഷം വീണ്ടും പോസിറ്റീവിലേക്ക് മാറി 1% മുകളിലായിട്ടാണ് ഉയർന്നത്. WPI ഇൻഫ്ലേഷൻ ഇത്ര അധികം വർദ്ധിച്ചതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വർധനവ് വന്നിരിക്കുന്നത് ഫ്യൂവൽ മേഖലയിലാണ്. വലിയ കുതിപ്പ് വന്നത് ഫ്യൂവൽ മേഖലയിലാണ്. അത് ഒരു ഷോർട്ട് ടേം ഷോക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ, വെസ്റ്റ് ഏഷ്യയിലെ ക്രൈസിസ് മൂലം ഉണ്ടായതാണ്. ഇപ്പോൾ ഈ ക്രൂഡ് ഓയിലും അതുപോലെ ഈ ഫ്യൂവൽ വിലയിലൊക്കെ ഉണ്ടായിരിക്കുന്ന കുതിപ്പ്, അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ WPI ഡാറ്റയിൽ ഉണ്ടായിരിക്കുന്ന ഈ വർധനവ് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി കഴിഞ്ഞ 5 മാസമായിട്ട് WPI ഇൻഫ്ലേഷൻ സ്ഥിരമായി ഉയർന്ന ട്രെൻഡിൽ തന്നെയാണ്. ഒക്ടോബറിൽ -1.02% ഇൻഫ്ലേഷൻ നവംബറിൽ -0.13%. തുടർന്ന് ഡിസംബറിൽ 0.96% പോസിറ്റീവിലേക്ക് മാറിയ ഇൻഫ്ലേഷൻ പിന്നീട് ജനുവരിയിൽ 1.68%, ഫെബ്രുവരിയിൽ 2.13%, ഇപ്പോൾ മാർച്ചിൽ 3.88%ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഫ്യൂവൽ ഇൻഫ്ലേഷൻ ഫെബ്രുവരി മാസത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -3.6% അത് ഇപ്പോൾ ഉയർന്ന് 6.2% പോസിറ്റീവിലേക്ക് വന്നിരിക്കുന്നു. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഡ്രൈവറായി മാറിയിരിക്കുന്നത്. അതേസമയം കോർ ഇൻഫ്ലേഷൻ നോൺ ഫുഡ് മാനുഫാക്ചറിങ് ഐറ്റംസിൽ 3.7% തന്നെ വലിയ മാറ്റമില്ലാതെ നിൽക്കുകയാണ്. WPI ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ തന്നെ ഉയർന്നെങ്കിലും CPI ഇൻഫ്ലേഷനിലേക്ക് ഈ വർധനവ് പാസ് ചെയ്തിട്ടില്ല എന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ്. അടുത്തത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ഇന്ത്യക്ക് വലിയൊരു പോസിറ്റീവ് സിഗ്നൽ നൽകി. മിഡിൽ ഈസ്റ്റ് സംഘർഷം തുടരുന്നതിനിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ശക്തമായി തുടരുമെന്ന് അവർ വിലയിരുത്തി. ഏറ്റവും പുതിയ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനങ്ങൾ ഉയർത്തിയതാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം, പ്രമുഖ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസും അതുപോലെ വേൾഡ് ബാങ്കും ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം കുറച്ച ഇടത്താണ് ഇപ്പോൾ IMF ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളും ഗ്ലോബൽ മാർക്കറ്റുകളും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് വാച്ച് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്, US-ഉം ഇറാനും തമ്മിലൊരു ഡീൽ ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നുമുള്ളത്. അതുകൊണ്ട് തന്നെ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഏകദേശം 1.5% മുകളിൽ നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 1.7% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.25% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,362 എന്ന നിലയിൽ 113 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 115 മുതൽ 120 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് തന്നെയാണ് ഇന്നും സാധ്യതയുള്ളത്. വാറിൻ്റേതായ ടെൻഷനുകൾ കുറയുന്നത് കൊണ്ട് തന്നെ ഓയിൽ പ്രൈസുകൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. $94 ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഉള്ളത്. ഇനി US മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ S&P 500ഉം നാസ്ഡാക്കും ടോപ്പ് ഗിയറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. നാസ്ഡാക്ക് തുടർച്ചയായിട്ടുള്ള 11ാമത്തെ ദിവസവും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇറാനുമായിട്ടുള്ള 2ാം വട്ട ചർച്ചകൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വിപണിയുള്ളത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 2.65% നേട്ടത്തിലും, വിപ്രോ 2.7% നേട്ടത്തിലും ടെക്നോളജി സ്റ്റോക്കുകൾ ഉയർന്നപ്പോൾ ബാങ്കിംഗ് സൈഡിൽ ഇൻഫോസിസ് 0.65% നേട്ടവും, HDFC ബാങ്ക് 1.29% നേട്ടവും, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1.45% ഇടിവിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണികൾ ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്.
ഇനി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിംഗിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജി ബിൽഡിംഗ്, OI അനാലിസിസ്, ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ധാരാളം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും അറിയുന്നതിനായിട്ട് തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതേ നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്ക് ആദ്യം ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി എന്ന കമ്പനിയുടെ റിസൾട്ട് പുറത്തു വന്നു. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 7.25% വർധനവാണ് രേഖപ്പെടുത്തിയത്. 546.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഗ്രോസ് പ്രീമിയത്തിൽ 16.94% വർധനവും, നെറ്റ് പ്രീമിയത്തിൽ 10.8% വർധനവും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 31.2% വർധനവും രേഖപ്പെടുത്തിയപ്പോൾ അണ്ടർ റൈറ്റിംഗ് ലോസിൽ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 282.4 കോടി രൂപയിലാണ് അണ്ടർ റൈറ്റിംഗ് ലോസ് ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്തത് HDB ഫിനാൻഷ്യൽ സർവീസസ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 41.4% വർധനവ് വന്നു. 750.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 21.6% വർധനവ് വന്നു. 2398.8 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. ഈ കമ്പനിയുടെ HDB ഫിനാൻഷ്യൽ സർവീസിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായി തന്നെയാണ് കാണുന്നത്. ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരുന്നു അത്. ഏതായാലും സ്റ്റോക്ക് ഇന്ന് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. അടുത്തത് GTPL ഹാത്വേ എന്ന സ്റ്റോക്കാണ്. ലോസ് ആയി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 15 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ പ്രോഫിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് 10.6 കോടി രൂപയായിരുന്നു. റവന്യൂവിൽ ചെറിയ വർധനവുണ്ടായിരിക്കുന്നു. 3.7% വർധനവ് രേഖപ്പെടുത്തി 923.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ടായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. തേജസ് നെറ്റ്വർക്കാണ് മറ്റൊരു കമ്പനി. റിപ്പോർട്ട് ചെയ്ത Q4 ലോസ് വൈഡൻ ചെയ്തതായിട്ടാണ് കാണുന്നത്. 211.3 കോടി രൂപയിലാണ് ലോസ് ഉള്ളത്. റവന്യൂയിലും ഇടിവ് തന്നെയാണ്. 82.6% ഇടിവ് വന്നിരിക്കുന്നു. 332.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1906.9 കോടി രൂപയായിരുന്നു റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇനി തേജസ് നെറ്റ്വർക്കിൻ്റെ റിസൾട്ട് നമ്മൾ കൂടുതലായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ അത് വളരെ മോശം റിസൾട്ടുകളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി GMR എയർപോർട്ടിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് വരാം. പാസഞ്ചർ ട്രാഫിക്കിൽ ചെറിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 0.9% വർധനവാണ് മാർച്ച് മാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ട്രാഫിക്കിൽ 1.6% വർധനവ് വന്നപ്പോൾ ഇൻ്റർനാഷണൽ ട്രാഫിക് വെസ്റ്റ് ഏഷ്യൻ വാറുമൊക്കെയായി ബന്ധപ്പെട്ട് 1.3% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അടുത്ത് ഓറോബിൻഡ ഫാർമ എന്ന കമ്പനിയാണ്. മെർക്ക് എന്ന കമ്പനിയുമായി വലിയ മാനുഫാക്ചറിംഗ് എക്സ്പാൻഷൻ കമ്പനി പ്രഖ്യാപിച്ചു. ഫ്യൂച്ചർ ഗ്രോത്ത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അടുത്തത് GHV ഇൻഫ്ര പ്രൊജക്ട്സ് എന്ന കമ്പനി. 815 കോടി രൂപയുടെ വലിയ ഒരു കോൺട്രാക്റ്റ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഓർഡർ ബുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അടുത്തത് ജോൺ കുക്കറിൽ ഇന്ത്യ എന്ന കമ്പനി. 300 കോടി രൂപയുടെ ഓർഡർ JSWയിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചു. പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ വിപ്രോ, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ഏഞ്ചൽ വൺ, ക്രിസിൽ, അലോക് ഇൻഡസ്ട്രീസ്, അമർ ചന്ദ് ജഗദീഷ് കുമാർ എക്സ്പോർട്സ്, നക്കോഡ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, SG ഫിൻസർവ്, VST ഇൻഡസ്ട്രീസ്, വാരി റിന്യൂവബിൾ ടെക്നോളജീസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ. ഇനി ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്ത FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS 666 കോടി രൂപയ്ക്ക് ഇന്നലെ ബൈ ചെയ്തപ്പോൾ DIS 569 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. FIS പതിയെ പോസിറ്റീവിലേക്ക് വരുമ്പോൾ DISൻ്റെ ഒരു സെല്ലിംഗ് ആണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 24,231 389 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഇന്നലെ ഫോം ആയിട്ടുള്ള ക്യാൻഡിൽ അപ്സൈഡിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ക്യാൻഡിലായിരുന്നു. ഇനി അപ്സൈഡിൽ പ്രധാനപ്പെട്ടതായി വരുന്നത് നമ്മൾ പറഞ്ഞ ഈ ഒരു സോൺ തന്നെയാണ്. 24,420 മുതൽ 24,570 വരെയുള്ള ഈ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു റീടെസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ ഒരു ലെവൽ വരെയൊക്കെ വന്നതിന് ശേഷം ആ ഒരു സോണിൽ നിന്നും ഒരു റിവേഴ്സൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സോണിന് താഴെയായിട്ട് ക്ലോസിംഗ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഗ്യാപ്പും ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി വളരെ പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500
അതിനുശേഷം 24,400, അതിനുശേഷം 24,300 സ്ട്രൈക്കുമാണ്. ഇനി ഒരു സപ്പോർട്ടാവാൻ സാധ്യതയുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 24,000, അതിനുശേഷം 24,100, അതിനുശേഷം 24,200 സ്ട്രൈക്കുമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 56,299-ൽ 694 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ ഡൗൺ സൈഡിൽ 56,120-ൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു റിവേഴ്സലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ഈ ഒരു സോൺ തന്നെയാണ്. ബുധനാഴ്ചത്തെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ സ്റ്റോക്കുകളുടെ കാര്യങ്ങളൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.